الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا مباركا فيه إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും സർവ്വലോക സംരക്ഷകരും നേതാവുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ നിർദ്ദേശങ്ങളും ആജ്ഞകളും ജീവിതത്തിന്റെ സകല മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ തന്നെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തബീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് നമുക്ക് നമ്മുടെ ജീവിതം തന്നെ സാക്ഷിയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, മറ്റുള്ളവരെ നോക്കി അവന്റെ സൗന്ദര്യം, അവനുള്ള പണം, അതുപോലെ അവനുള്ള സ്വാധീനങ്ങൾ, അധികാരങ്ങളൊക്കെ വലിയ സൗഭാഗ്യമാണ് അല്ലാഹു അവർക്ക് കൊടുത്തത് എന്ന് മറ്റുള്ളവരെ നോക്കി പല വേളകളിൽ പലപ്പോഴായി സംസാരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തവരാണ് നമ്മൾ. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ നിലക്കല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ നിലക്ക് അള്ളാഹുവിന്റെ മഹാസൗഭാഗ്യവും അനുഗ്രഹവും ലഭിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ആ നിഅമത്തുകളുടെ കീഴിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം, കോടാനകോടി മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഹിദായത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് പറയുന്നത്
ഒരു മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ അവൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ അവന് സാധിക്കുകയുള്ളൂ. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ മഹാഭാഗ്യവാന്മാരാണ്. അങ്ങനെ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ അല്ലാഹു നൽകുന്ന ചില അനുഗ്രഹങ്ങൾ, ചില മഹത്വങ്ങൾ, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അത് എത്രമാത്രം പവിത്രമാണെന്നും അതെങ്ങനെ ഉൾക്കൊള്ളണമെന്നും ഒക്കെ ചിന്തിക്കുകയും അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക എന്ന് നമുക്കറിയാം. ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ റമളാൻ നമ്മളുടെ കൺമുന്നിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നല്ല ഒരു മനസ്സും പ്രവർത്തന സന്നദ്ധതയും ആത്മാർത്ഥമായി റബ്ബിൽ നിന്നുള്ള പ്രതീക്ഷയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും മഹത്തരമായ സാഹചര്യത്തിലേക്ക് ഒരു വിശ്വാസി കടക്കാൻ പോവുകയാണ്. താല്പര്യത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജസ്വലതയോടുകൂടി പ്രതീക്ഷയോടുകൂടി ആകാശത്തിന്റെ വാതിലുകൾ തുറന്ന് ധാരാളം നന്മകൾ പെയ്തിറങ്ങുന്ന പുണ്യമാക്കപ്പെട്ട ഓരോ നിമിഷങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാനിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയുകയും അതിനപ്പുറത്ത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയും. റമളാനെ പല നിരക്ക് ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. ചെറുപ്പം മുതലേ സന്തോഷത്തോടുകൂടി റമളാൻ വരുന്നെന്ന് പറയുമ്പോൾ വലിയ ആഹ്ലാദത്തോടു കൂടിയൊക്കെ സ്വീകരിക്കുന്നവരുണ്ട്. ചില ആളുകൾ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് റമളാനെ നോക്കിക്കാണുന്നവരുണ്ട്. അവരുടെ കച്ചവടത്തിന് ലാഭം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ഭൗതികമായ മറ്റ് ആ ഒരു കോണിലൂടെ മാത്രം റമളാനിനെ നോക്കി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ, അവർക്കൊരുപക്ഷെ റമളാൻ എന്ന് പറയുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാം. റമളാനിന്റെ ചൂടും അതിലെ യാത്രയും അവിടെ അനുഭവിക്കേണ്ടി വരുന്ന എപ്പോഴും ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുന്നതിന്റെ സാഹചര്യവും ഒക്കെ ആലോചിച്ച് അതിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിൽ വരുന്നവരും ഉണ്ടാകും. യഥാർത്ഥത്തിലൊരു വിശ്വാസി റമളാനിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹു വലിയ അവസരമായി ജീവിതത്തിൽ വിട്ടു നൽകിയിട്ടുള്ള വലിയ ഒരു സന്ദർഭം, അതാണ് റമളാൻ. വലിയ സ്വർണ്ണ കൂമ്പാരങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു കൊട്ടാരത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാരിയെടുക്കാൻ പറഞ്ഞാൽ അതിനൊക്കെ എത്ര ആശ്ചര്യത്തോടുകൂടിയും അത്ഭുതത്തോടുകൂടിയാണോ നമ്മൾ കാണുക? അവിടെ മറ്റേതെങ്കിലും കാര്യം ആലോചിച്ച് നിന്ന് വിഡ്ഢിയായി അതൊന്നും വാരിയെടുക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു മനുഷ്യനായിട്ടാണോ മാറുക? അതിനപ്പുറത്ത് കിട്ടിയ അവസരം കൊണ്ട് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ അതെല്ലാം നേടിയെടുത്തിറങ്ങുന്ന ഒരു മനുഷ്യനെ അവനാണ് ബുദ്ധിമാൻ എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും അല്ലാഹു അതിനേക്കാൾ മഹത്തരമായ വലിയ അവസരങ്ങളാണ്, നിമിഷങ്ങളാണ് റമളാനിലൂടെ ഒരു വിശ്വാസിക്ക് നൽകുക. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എല്ലാ റമളാനിലും കേൾക്കുന്നത് പോലെ ഖുതുബകൾ കേൾക്കുന്നതിന്റെ അപ്പുറത്ത് റമളാനിലെ കാര്യങ്ങളെക്കുറിച്ച് ചിലത് പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ ഒരു വർഷം, ഈ റമളാൻ പൂർണ്ണമായും നമുക്ക് അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അവരാണ് അതുകൊണ്ട് ഗുണങ്ങൾ നേടിയെടുത്ത വിജയിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് റമളാൻ മഹത്തരമാകുന്നത്? നമ്മൾ ആലോചിച്ചു. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. പള്ളിയിലുണ്ടായിരുന്നവർ, ക്ലാസ്സിലുണ്ടായിരുന്നവർ, അതുപോലെ തറാവി നമസ്കാരത്തിൽ കൂടുണ്ടായിരുന്നവർ, നമ്മുടെ വീട്ടില് ആദർശ ബന്ധുക്കൾ, കുടുംബത്തില് സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ പലരും ഇന്ന് മരണപ്പെട്ട് വർസഖിയായ ലോകത്താണ്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും അർഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനിൽ അവര് ഉണ്ടാവില്ല എന്നവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് പലരും ഇന്ന് രോഗികളായി വീടുകളിൽ കിടക്കുന്നവരുണ്ട്. അവർക്ക് ഇതുപോലെ പഴയതുപോലെ പള്ളിയിലേക്ക് വരാനോ ഇതുപോലെ ഊർജ്ജസ്വലതയോടുകൂടി ഇബാദത്ത് നിർവഹിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിന് സാധിക്കാതെ വരുന്നവരുണ്ട്. ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ഭീതിയുടെ മുൾമുനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അല്ലെ? ബോംബിന്റെയും അതുപോലെ തന്നെ സ്ഫോടനങ്ങളുടെയും ഇടയിൽ നിർഭയത്വം നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ലാതെ അഭയാർത്ഥികളായി ഈ നാടുവിടേണ്ടി വരുന്ന പട്ടിണി പാവങ്ങളായ ഒരുപാട് സഹോദരങ്ങൾ ഈ റമളാനിനെയും കാത്തിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ സൗഭാഗ്യം മനസ്സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി ഒരു റമളാനെ സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ അതിനെ എത്രമാത്രം ആ ഒരു താല്പര്യത്തോടുകൂടി സന്തോഷത്തോട് സ്വീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് വലിയ സൗഭാഗ്യമാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. ഈ സൗഭാഗ്യം നഷ്ടപ്പെടുത്തിയാൽ അവനെല്ലാ ഹൈറും നഷ്ടപ്പെടുത്തിയവരാണ്.
ഈ സമ്മാനത്തെ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അവനെല്ലാ നന്മകളും തടയപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി അതാകുമുർ റമളാൻ ശഹറുൻ മുബാറകുൻ. റമളാൻ എന്ന് പറഞ്ഞാൽ ഷഹറുൻ മുബാറക്കുൻ, അനുഗ്രഹപൂർണമായ ഒരു മാസമാണ്. മുബാറക്കായിട്ടുള്ള, മുബാറക്ക് എന്ന് പറഞ്ഞാൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു വളർച്ച, എല്ലാ നിലക്കുമുള്ള വളർച്ച, നന്മകളുടെ വളർച്ച, സമ്പത്തിലുള്ള വളർച്ച, അതുപോലെ തന്നെ ദുര്യത്തിലുള്ള വളർച്ച, ഇതിനാണ് മുബാറക്ക് എന്ന് പറയാം. അതിൽ ഏറ്റവും അനുഗ്രഹപൂർണമായ, എല്ലാ നിലക്കും അനുഗ്രഹം ലഭിക്കുന്ന ഒരു മാസമാണ് റമളാൻ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു. ഹിജറ 2-ാം വർഷം നിർബന്ധമാക്കപ്പെട്ട നോമ്പ് എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. ആ നോമ്പ് നിങ്ങളുടെ മേൽ ഫറളല്ലാഹു, അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. നോമ്പ് പല നിലക്കുണ്ട്. നമ്മൾ നോമ്പെടുക്കാണ്, റമളാനിലെ നോമ്പുണ്ട്, അത് ഫറളാണ്. അതല്ലാതെ തന്നെ പ്രായശ്ചിത്തത്തിന്റെ നോമ്പുണ്ട്, സുന്നത്തായ നോമ്പുകളുണ്ട്. തിങ്കളും വ്യാഴവും അയ്യാമുൽ ബീദിന്റെ ഒക്കെ നോമ്പെടുക്കാറുണ്ട്. അതുപോലെ തന്നെ അറഫയുടെ നോമ്പുണ്ട്, മുഹറത്തിലെ നോമ്പുണ്ട്. ഇങ്ങനെ പല നോമ്പുകൾ നമ്മളൊക്കെ നിർവഹിക്കാറുണ്ട്. അതുപോലെ എന്നാൽ വിശ്വാസികൾക്ക് നിർബന്ധമായ അല്ലാഹ് നിർബന്ധമാക്കിയ നോമ്പാണ് റമളാനിലെ നോമ്പ്. ആ നോമ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ആ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തുഫ്തഹു ലഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ തുറന്ന് നന്മകൾ, പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന മാസമാണ്. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, മനുഷ്യനും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന, കത്തിയാളുന്ന നരകത്തിന്റെ വാതിലുകൾ കെട്ടിയടക്കപ്പെടുന്ന മാസമാണ്. വതുഅല്ലഖു ഫീഹി മർദത്തു ശയാതീൻ, പൈശാചിക ചിന്താഗതികളിലേക്ക് മനുഷ്യനെ വഴിതെറ്റിച്ച് നരകത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന പിശാചിന്റെ നേതാക്കന്മാർക്ക് ശക്തി ക്ഷയിച്ചുപോയി, ശക്തി കുറഞ്ഞ് അവരെ ബന്ധസ്ഥനാക്കുന്ന, അവരെ ചങ്ങലക്കിടുന്ന മാസമാണ് റമളാൻ. ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമായ ദിനങ്ങൾ കടന്നു വരുന്ന മാസമാണ് റമളാൻ. മൻ ഹരിമ ഖൈറഹാ ഫഖദ് ഹരിമ, അതിലെ നന്മകൾ നേടിയാൽ എല്ലാ നന്മകളും നേടിയെടുത്തവനാണ്. അതിലെ നന്മകൾ നേടിയെടുത്തിട്ടില്ലെങ്കിൽ എല്ലാ നിലക്കും നഷ്ടം സംഭവിച്ചവനാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ റമളാനും അതിശ്രേഷ്ഠമാണ്, മഹത്വമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസത്തിലെ എല്ലാ നന്മകളും നേടിയെടുക്കാൻ മാനസികമായും ശാരീരികമായും നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണം. അതിനെന്ത് വേണം? റമളാന്റെ ശ്രേഷ്ഠത എന്താണ്, അതിന്റെ കർമ്മങ്ങളുടെ മഹത്വം എന്താണ് എന്ന് പഠിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുക. അതുകൊണ്ടാണ് മുന്നേ തന്നെ ഒരാഴ്ച കൂടിയേ നമ്മുടെ മുന്നിൽ റമളാനിനുള്ളൂ. അടുത്ത വെള്ളിയാഴ്ച ഒരുപക്ഷെ നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്ന ഇൻഷാ അല്ലാഹ് ദിവസമായിരിക്കാം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ, ചില ആളുകൾ പറയാൻ എന്താ പറയും, റമളാൻ വരട്ടെ നന്നാകാം, അങ്ങനെ തയ്യാറായി നിൽക്കുന്ന ആളുകളുണ്ട്. റമളാൻ വരട്ടെ നന്നാകാം, റമളാനിന് മുന്നേ നന്നാകണം, അല്ലെ, ഒരുങ്ങണം, എന്നിട്ട് റമളാനിലേക്ക് ആ നിലക്ക് പ്രവേശിക്കണം. അല്ലാതെ റമളാൻ വന്നിട്ട് നന്നാകാം എന്ന് പറയുന്ന രീതി അല്ല, അത് മാറ്റണം. മറിച്ച് അതിന് മുന്നേ അതിനു വേണ്ടി ഒരുങ്ങുക എന്നതാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ കരിച്ചു കളയുന്ന മാസം എന്നാണ് അതിന് അർത്ഥമുണ്ട്. അല്ലെ, എല്ലാ തെറ്റുകളെയും പാവങ്ങളെയും കരിച്ചു കളഞ്ഞ് റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹു അതിന് പഠിപ്പിച്ച എല്ലാ ശ്രേഷ്ഠതകളും മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, റമളാൻ എന്ന് പറഞ്ഞാൽ, അതിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാണ് റമളാൻ എന്ന് പറഞ്ഞാൽ. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان ومن شهد منكم الشهر فليصمه. അള്ളാഹു പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിക്കുകയാണ്, റമളാൻ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമളാൻ. ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ സാന്ദർഭികമായി പറയാണ്, ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ ദിവസമാണ് ഖുർആൻ അവതരിച്ചത് എന്ന് വിശ്വസിക്കുകയും എന്നിട്ട് അന്ന് നോമ്പെടുക്കുകയൊക്കെ ചെയ്തവരുണ്ട്. വിദഅത്തായ നോമ്പ്, മതത്തിലില്ലാത്ത പുത്തൻ ആചാരങ്ങൾ കൊണ്ടാടി അതിന്റെ പേരിൽ നോമ്പെടുത്ത് ഫറാത്ത് നോമ്പെന്ന പേരിൽ എടുത്ത ആളുകളുണ്ട്. അല്ലെ, അള്ളാഹു അത്തരം വിദഅത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ അവതരിച്ചത് എന്നാന്ന് എല്ലാവർക്കും അറിയാം, അത് റമളാനിലാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ലൈലത്തുൽ മുബാറക, അനുഗ്രഹപൂർണമായ ആ രാത്രി, അതെന്നാണ് പരിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലെ, സൂറത്തുൽ ഖദറിൽ അല്ലാഹു പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് അവതരിച്ചത്. ബൈത്തുൽ ഇസ്സയിലേക്ക് പൂർണ്ണമായി അവതരിച്ചു. അതിനുശേഷം 23 വർഷത്തെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ജിബ്രീൽ എന്ന മാലാഖ മുഖേന അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തു. അത് റമളാൻ, ഇതൊക്കെ സംഭവിച്ചത് റമളാനിലാണ് എന്ന് ആർക്കും തർക്കമില്ലാത്ത വിഷയം ഖുർആൻ വിശദീകരിച്ചതാണ്. ഖുർആനിൽ തന്നെ വിശദീകരണമായി നമുക്ക് കാണാം. ഖുർആനിനെ ഹദീസുകൾ കൊണ്ട് വിശദീകരിക്കും പണ്ഡിതന്മാർ.
ഖുർആനിനെ പ്രവാചകന്മാരായ സലഫു സ്വാലിഹീങ്ങളായ സ്വഹാബത്ത് അവരുടെ ഖൗല് കൊണ്ട് അവരുടെ ജീവിതം കൊണ്ട് മനസ്സിലാക്കാം, ഇല്ലേ? എന്നാൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഖുർആൻ അവതരിച്ചത് ശഅബാനിലാണ് എന്ന് പറഞ്ഞാൽ അത് ഖുർആനിനെതിരാണ്. അത്തരം വിശ്വാസവും അതൊക്കെ തെറ്റായ കാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ അവതരിച്ചത് റമളാൻ, അത് റമളാന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണത്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിച്ച മാസമാണത്. അതുകൊണ്ട് തന്നെ ആ മാസം ഒരുപാട് മഹത്വം മുസ്ലിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ബദർ യുദ്ധമുണ്ടായതും യുദ്ധത്തിൽ വിജയിച്ച മാസം, അതുപോലെ തന്നെ ഒരുപാട് യുദ്ധങ്ങളിലേക്ക് തയ്യാറായ മാസം, ചരിത്ര പ്രസിദ്ധമായ മക്കയുടെ വിജയം ഫതഹു മക്ക നടന്നത് ആ മാസമാണ്. ഗോത്രങ്ങൾ കണക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിന്റെ വെന്നിക്കൊടി പാറിയ ഒരുപാട് പീഡനങ്ങൾക്കൊടുവിൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്ന് മക്കം ഫതഹ് ഉണ്ടായ ആ ദിവസം, അതൊക്കെ റമളാനിലാണ്. ഉഹദ് യുദ്ധത്തിന് സൈന്യത്തെ ഒരുക്കിയത്, ഖന്തഖ് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയത്, അതുപോലെ തന്നെ സഖീഫ് ഗോത്രം പോലെയുള്ള ഗോത്രങ്ങൾ ഒന്നടങ്കം ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് വന്നത്, ഇതൊക്കെ റമളാനിലാണ്. അങ്ങനെ റമളാനിൽ ഒരുപാട് നേട്ടങ്ങൾ മുസ്ലിം സമൂഹത്തിനുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ മാത്രമല്ല, മുൻ വേദങ്ങളിൽ പലതും അവതരിച്ചത് പരിശുദ്ധമായ റമളാനിലാണ് എന്നത് തഫ്സീറുകളിൽ കാണാം. ഉൻസില സുഹ്ഫ് ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് ഇട്ട ഏടുകൾ അത് അവതരിച്ചത് റമളാനിലാണ്. ഉൻസിലത്തു തൗറാത്ത്, തൗറാത്ത് അവതരിച്ചത് റമളാനിലാണ്. ഉൻസിലത്തിൽ ഇൻജീൽ ബിസലാസി അശറത മളത്തു മിൻ റമളാൻ, റമളാനിലെ ദിവസങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഇൻജീൽ അവതരിച്ചത്. ഉൻസിലത്തു സബൂർ, സബൂറും അങ്ങനെയാണ്. ഉൻസിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ചതും പരിശുദ്ധ റമളാനിലാണ്. ഇങ്ങനെ എല്ലാ നിലക്കും അല്ലാഹു ഒരു പവിത്രത നൽകിയ, ശ്രേഷ്ഠത നൽകിയ മഹത്വമുള്ള ദിവസം അതാണ് റമളാൻ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഈ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് നിങ്ങൾക്ക് മാത്രമല്ല നിർബന്ധമാക്കിയത്, മുൻ സമൂഹങ്ങൾ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ലഅല്ലക്കും തത്തഖൂൻ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ്, തഖ്വ സംശീകരിക്കാനാണ്, മുത്തഖിയായി മാറാനാണ്, സൂക്ഷ്മതയുള്ള ജീവിതം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയാണ്. അതിന് ധാരാളം നേട്ടങ്ങളുണ്ട്. നോമ്പ് കൊണ്ട് നമ്മുടെ ഈമാൻ, നമ്മളുടെ വിശ്വാസം, അതാണ് അടിസ്ഥാനം. ഒന്നാമതായി നമ്മുടെ വിശ്വാസം ശുദ്ധീകരിക്കണം. ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിക്കണം, ഹൃദയത്തിൽ ഈമാൻ നിറയണം. അങ്ങനെ സാംസ്കാരികമായ എല്ലാ നിലക്കുമുള്ള ശാരീരികവും സാംസ്കാരികവുമായ ഒരു വിമലീകരണം ജീവിത മേഖലകളിൽ ഉണ്ടാകണം. ഇത് റമളാൻ കൊണ്ടുണ്ടാകേണ്ട നേട്ടമാണ്. എല്ലാ നിഷിദ്ധങ്ങളിൽ നിന്നും, ഹറാമുകളിൽ നിന്നും, മനുഷ്യന്റെ മനസ്സുകളിൽ കുടിയിരിക്കുന്ന, അള്ളിപ്പിടിച്ചിരിക്കുന്ന സകല തിന്മകളിൽ നിന്നും, ചെറുതും വലുതുമായ തെറ്റുകളിൽ നിന്നും ശുദ്ധീകരിച്ച് നല്ല ഹൃദയമുള്ള ഒരാളാക്കി മാറ്റാൻ റമളാൻ കൊണ്ട് കഴിയണം. തെറ്റുകളിൽ നിന്ന് മനസ്സ് മാറി അവിടേക്ക് നന്മകൾ, നേർവഴികൾ ഉണ്ടാകാൻ, ഹിദായത്തിന്റെ മാർഗങ്ങൾ പ്രവേശിക്കാൻ കാരണമാകണം പരിശുദ്ധമായ റമളാൻ. അള്ളാഹുവിലേക്ക് പാവമോചനം തേടുക വഴി പൈശാചികമായ ദുർബോധനങ്ങളിൽ നകന്ന് അള്ളാഹുവുമായിട്ട് അടുക്കാൻ ഈ റമളാൻ കൊണ്ട് വിശ്വാസികൾക്ക് സാധിക്കണം. ജീവിതത്തിലെ ഈ കോപവും ഒളബ്, ദേഷ്യം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് സഹനം, അത് ശീലിക്കാനും അത് പരിശീലിക്കാനുമുള്ള അവസരമായി പരിശുദ്ധമായ റമളാനിനെ വിശ്വാസികൾ കാണണം. ജീവിതത്തെ ആ നിലയ്ക്ക് ചിട്ടപ്പെടുത്തുക, ആ നിലയ്ക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക. കുടുംബ രംഗങ്ങളിൽ, മറ്റു മേഖലകളിലൊക്കെ, സംഘടനാ രംഗങ്ങളിൽ, അതുപോലെ പള്ളികളിൽ, എല്ലായിടത്തും ക്ഷമ, സഹനം, ഇതൊക്കെ ഒരു വിശ്വാസിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയാണത്. അതിന്റെ പ്രതിഫലം അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടല്ല മറച്ചു വെച്ചു എന്ന് ചോദിച്ചാൽ ആ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അത്ര മഹത്വമാണ് എന്നതുകൊണ്ട് ഇതൊക്കെ നേടിയെടുക്കാനുള്ള അവസരമാണ് റമളാൻ എന്നത് വിശ്വാസികൾ തിരിച്ചറിയണം. അതിലൊക്കെ പുറമെ ആരോഗ്യപരമായ ഒരുപാട് നേട്ടങ്ങൾ, ഗുണങ്ങൾ, ഇതൊക്കെ റമളാൻ കൊണ്ടൊരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സിയാം, മനുഷ്യന്റെ കർമ്മങ്ങൾ മുഴുവനും അത് മനുഷ്യർക്കുള്ളതാണ്. ഓരോ കർമ്മങ്ങൾ അവൻ ചെയ്യുമ്പോൾ അവനാണ് അതിന്റെ ഗുണങ്ങൾ ഉള്ളത്, അല്ലേ? ഇല്ല സിയാം, നോമ്പൊഴികെ. എന്നിട്ടുള്ള പറയാം, നോമ്പിന് ഞാനാണ് പ്രതിഫലം നൽകുക എന്ന് അള്ളാഹു പറയാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കിയുള്ള കർമ്മങ്ങൾക്ക്, നമസ്കാരങ്ങൾക്ക്, മറ്റ് സ്വതക്കകൾക്ക്, സക്കാത്തുകൾക്ക്, ഇതിനൊക്കെ അള്ളാഹു അല്ലേ പ്രതിഫലം നൽകുന്നത് എന്നല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയും ഇതിനൊക്കെ അള്ളാഹാണ് പ്രതിഫലം നൽകുന്നത്. പക്ഷെ നോമ്പിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താണ്? കർമ്മങ്ങൾ മുഴുവനും അവനുള്ളതാണ്, നോമ്പൊഴികെ. നിശ്ചയമായും നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. നോമ്പെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഇബാദത്താണ്. അതിനുള്ള ഇഖ്ലാസ്, അത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുന്നതല്ല, അത് മറ്റുള്ളവർക്ക് അറിയാൻ കഴിയില്ല. അവന്റെ ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടിയുള്ള, ഇഹ്തിസാബോടുകൂടിയുള്ള നോമ്പ് കാരണം
അതിന്റെ പ്രാധാന്യം, അതിന്റെ കലർപ്പില്ലാത്ത ആരാധനയുടെ മഹത്വം അത്രമാത്രമാണ്. അതിന്റെ പ്രതിഫലം അത് വേറെ തന്നെയാണ്. അതാർക്കും നമുക്ക് ഗണിച്ചെടുക്കാനോ അത് മനസ്സിലാക്കിയെടുക്കാനോ പറഞ്ഞറിയിക്കാനോ സാധ്യമല്ല. അത്രമേൽ വലിയ പുണ്യം അള്ളാഹു പാരത്രിക ലോകത്ത് വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ആ പുണ്യം നേടിയെടുക്കാനുള്ള അവസരം, അത്ര മഹത്തായ ഒരു കർമ്മം അതാണ് നോമ്പ്. ആ പുണ്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ, പാവങ്ങളില്ലാത്ത മനസ്സുമായി റമദാനിനെ സ്വീകരിക്കണം. മൻ സാമ റമദാനൻ ഈമാനൻ ഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അല്ലെ ഒരു സംഗതിയുടെ അറിയുമ്പോഴും ഉൾക്കൊള്ളുമ്പോഴാണ് അതിന്റെ മഹത്വം മനസ്സിലാവുക. നിങ്ങൾ ആലോചിച്ചപ്പോ മാതാപിതാക്കളുടെ മഹത്വം അത് ഒരുപക്ഷെ നമുക്ക് ചെറുപ്രായത്തിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളൊരു പിതാവും മാതാവും ആകുമ്പോഴാണ്, നമുക്ക് മക്കൾ ഉണ്ടാകുമ്പോഴാണ് മാതാപിതാക്കളുടെ ശ്രേഷ്ഠത മാത്രം മനസ്സിലാവുക. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില മനസ്സിലാവില്ല, കണ്ണില്ലാതെ വരുമ്പോഴാണ് അത് മനസ്സിലാവുക അല്ലേ? പട്ടിണി പാവങ്ങൾ അനുഭവിക്കുന്ന അവരുടെ വിശപ്പിന്റെ ആ കാഠിന്യം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതുപോലെ ഒരു അനുഭവം ഉണ്ടാകണം, വിശപ്പുണ്ടാകണം, ദാഹമുണ്ടാകണം അല്ലേ സഹോദരങ്ങളെ? അതുപോലെ തന്നെയാണ് അള്ളാഹു നൽകിയ ഈ സൗഭാഗ്യങ്ങളുടെ മഹത്വം. അത് ഉൾക്കൊള്ളാൻ പൂർണ്ണമായ വിശ്വാസത്തോടെയും പ്രതിഫലാഗ്രഹത്തോടെയും അത് ഉൾക്കൊണ്ടാലാണ് ഒരു വിശ്വാസിക്ക് നിർവഹിക്കുന്നത്. ആ നിലക്ക് ആ നോമ്പിനെ സ്വീകരിച്ചാൽ അതിനുള്ള പ്രതിഫലം ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ മുൻകഴിഞ്ഞ പാവങ്ങളൊക്കെ അള്ളാഹു പുറത്തുവിടും അത് ഉൾക്കൊണ്ടുകൊണ്ട്. അപ്പോൾ അറിയുക, ഒന്ന് ചെയ്യേണ്ടത് നമ്മൾ ഈ റമദാനെ പറ്റി അറിയുക, പഠിക്കുക, അതിന്റെ ശ്രേഷ്ഠതകൾ, അതിന്റെ മസാലകളൊക്കെ മനസ്സിലാക്കുക. അതിനപ്പുറത്ത് ഇത് ഈ നിലക്ക് ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കുക റമദാനിനെ. അല്ലാതെ എല്ലാ കൊല്ലവും വരുന്നത് പോലെ ഇങ്ങനെ റമദാൻ വരിക, അതിങ്ങനെ സ്വീകരിക്കുക, അതിനെ കുറെ ഭൗതിക കണ്ണുകളോട് കാണുക, അതിങ്ങനെ യാന്ത്രികമായി പോവുക, നോമ്പെടുക്കുക, ഇതല്ല. അതിന്റെ അപ്പുറത്ത് അതിന്റെ പൂർണ്ണമായ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയത്തോടുകൂടി സ്വീകരിച്ചാലാണ് സഹോദരങ്ങളെ അതിന്റെ ശ്രേഷ്ഠത ഉൾക്കൊള്ളാൻ കഴിയുക എന്നത് വളരെ പ്രധാനമായി മനസ്സിലാക്കുക. അതിനെന്ത് വേണം? നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു മാപ്പാക്കണമെങ്കിൽ അത് തെറ്റുകളില്ലാത്തവനായി റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ളൊരു സമയം കൂടിയാണ്. അൽ സിയാമു ജുന്നത്തും മിനൻ നാരി കജുന്നത്തി ഹരിക്കും മിനൽ ഖിതാൽ. യുദ്ധത്തിൽ നിങ്ങളുടെ പരിച പോലെ നോമ്പ് തിന്മകളെ പ്രതിരോധിക്കാനുള്ള പരിചയാണ് എന്ന് മനസ്സിലാക്കി ആ നോമ്പിനെ സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതുകൊണ്ട് കിട്ടുന്ന മഹത്വം, അവൻ സ്വർഗപ്രവേശനം അവന് കിട്ടും, നരകമോചനം കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹി ബഅദല്ലാഹു വജഹു അനിൻ നാരി 70 ഖരീഫ. ആരെങ്കിലും റമദാനിൽ ഒരു നോമ്പ് അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ എടുത്താൽ, അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിച്ചാൽ അവന്റെ മുഖത്ത് 70 വർഷത്തെ വഴി ദൂരം അല്ലെ? അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആകാശഭൂമികളുടെ വിശാലത നരകവും അവനുമായി അകലുമെന്നാണ്. 70 വർഷത്തെ വഴി ദൂരം അകലും. അപ്പോ ഈ ഒരു മാസത്തെ നോമ്പെടുക്കുന്നതോടുകൂടി ഒരു വിശ്വാസിക്ക് കിട്ടുന്ന പ്രതിഫലം അത് ഉൾക്കൊള്ളാൻ നമുക്ക് ഈ ഹദീസ് തന്നെ ധാരാളമാണ് മനസ്സിലാക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഒരു വിശ്വാസിക്ക് പരലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താണ്? ഏറ്റവും വലിയ സന്തോഷവും സൗഭാഗ്യം എന്താണ്? അള്ളാഹുവിനെ കാണാൻ സാധിക്കുക എന്നതാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലിസാഇമി ഫർഹത്താനി, നോമ്പുകാരന് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഒരു നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, 2 അള്ളാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷമാണ്. ഇത് ആർക്കാണ് കിട്ടുക? ഇത് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ 14 രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ ലോകത്തിന്റെ സൃഷ്ടാവിനെ മുന്നിൽ കാണാൻ കിട്ടുന്ന മഹത്തായ ഒരു അവസരം വിശ്വാസികൾക്ക് ഒരുങ്ങുന്നുണ്ട്. അത് നോമ്പുകാരന് മാത്രമുള്ളതാണ് എന്ന് ഹദീസുകളിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ആ ഭാഗ്യം നമ്മുടെ കണ്ണിനുണ്ടാകണമെങ്കിൽ അല്ലെ, ഹറാമ് കണ്ടും സിനിമയും സീരിയലും റിയാലിറ്റി ഷോകളും ഹറാമുകളും അശ്ലീലതകളും ഒക്കെ കണ്ടു നടക്കുന്ന കണ്ണുകൊണ്ട് റബ്ബിനെ കാണാൻ പറ്റൂ അല്ലെ? ആ നിലക്ക് നമുക്ക് നോമ്പിനെ സ്വീകരിക്കാൻ പറ്റൂ. ഹറാമൊന്നും നടക്കുന്ന കാലുകൊണ്ടും കൈകൊണ്ടും ഒക്കെ ആ നിലക്ക് റമദാനെ സ്വീകരിക്കാൻ കഴിയും. ഇതൊക്കെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കാൻ ഈ ദിവസങ്ങളിൽ കഴിയണം. സ്വർഗത്തിൽ തന്നെ അല്ലാഹു അവർക്ക് വേണ്ടി പ്രവേശിക്കാൻ പ്രത്യേകം വാതിൽ വരെ സംവിധാനിച്ചിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി. ഫിൽ ജന്നതി 8 അബ്വാബിൻ, സ്വർഗത്തിന് 8 വാതിലുകളാണ്. ഫീഹാ ബാബുൻ യുസമ്മർ റയ്യാൻ, അതിലൊരു വാതിലിന്റെ പേര് തന്നെ അള്ളാഹ് കൊടുത്തിട്ടുള്ളത് അർ-റയ്യാൻ എന്ന വാതിലാണ്. അത് ലാ യദ്ഖുലുഹു ഇല്ലാ സ്വായിമൂൻ, നോമ്പുകാരല്ലാതെ അതിലൂടെ പ്രവേശിക്കുകയില്ല. നോമ്പുകാർക്ക് കിട്ടുന്ന സൗഭാഗ്യമാണ്. അതിലൊക്കെ ആ സൗഭാഗ്യത്തിൽ നമ്മൾ ഉണ്ടാകണം. അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യവാന്മാർക്ക് അനശ്വരമായി ജീവിക്കാൻ ലഭിക്കുന്ന സ്വർഗീയ ആ ലോകത്ത് അള്ളാഹു ഒരു പ്രത്യേക വാതിൽ തന്നെ സംവിധാനിച്ചിട്ടുണ്ട് നോമ്പുകാർക്ക് എന്ന് അതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നോമ്പുകാരന് ഒരുപാട് മഹത്വങ്ങൾ ഹദീസുകളുണ്ട്, പലതും. അവന്റെ വായുടെ വാസന കസ്തൂരിയേക്കാൾ
അള്ളാഹുവിന്റെ അടുത്ത് വാസനയുണ്ട് എന്നത് നല്ല മണമായ ഇതുണ്ടായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. വല്ലദീ നഫ്സി മുഹമ്മദിൻ ബിയദിഹി ലഖുലൂഫു ഫമി സായിമി അത്വ ഇൻദല്ലാഹി ഫീ മിൻ റീഹിൽ മിസ്ക്. അള്ളാഹുവിന്റെ അടുക്കൽ നോമ്പുകാരന്റെ വായ്ക്ക് കസ്തൂരിയേക്കാൾ ഗന്ധമുണ്ട് എന്ന് ഹദീസുകളിൽ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നോമ്പ് കൊണ്ടുള്ള അല്പം പ്രത്യേകതകളാണ് പറഞ്ഞത്. ഈ മഹത്വങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായും റമളാനിനെ സ്വീകരിക്കുക. ധാരാളം മഹത്വങ്ങൾ. അതുപോലെ തന്നെ ഓരോ കർമ്മങ്ങൾക്കും അല്ലെ, ഓരോ സമയത്തിന് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളിപ്പോ ഓരോ കച്ചവടം ചെയ്യുന്നവർക്ക്, വാങ്ങുന്നവർക്ക്, അവർക്കൊക്കെ പ്രത്യേകമായ നമുക്ക് ഓഫറുള്ള സമയത്ത് നമ്മൾ പോയി സാധനങ്ങൾ വാങ്ങാൻ കാത്തിരിക്കും. കച്ചവടക്കാരാണെങ്കിലോ അവർക്ക് കൂടുതൽ ലാഭം കിട്ടണ ചില സീസണുണ്ട്. ഈ സീസൺ കാത്തിരുന്ന് അതിനുവേണ്ടി കച്ചവടം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നതുപോലെ തന്നെ അള്ളാഹു ഓരോ സമയത്തിനും ഓരോ പ്രത്യേകത ഉണ്ട്. ശഅബാൻ മാസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? അത് അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. അപ്പോൾ ഈ മാസം തെറ്റ് ചെയ്താൽ അതിന്റെ ഗൗരവമുണ്ട്. തെറ്റുകൾ എല്ലാ സമയത്തും തെറ്റ് തന്നെയാണ്. പക്ഷെ ഈ മാസത്തിൽ തെറ്റ് ചെയ്താലോ അതിൽ കൂടുതൽ ഗൗരവമുണ്ട്. എന്നാൽ ഈ മാസത്തിൽ നന്മ ചെയ്താലോ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് വരുന്ന റമളാനോ, ആ റമളാനിന് അതിവേറെ ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കർമ്മങ്ങൾക്ക് പോലും അത് 700ഉം 70,000ഉം ഒക്കെ ഇരട്ടിയായി അവന്റെ നിയ്യത്തും പ്രതീക്ഷയും ഒക്കെ അനുസരിച്ചുകൊണ്ട് അള്ളാഹു നൽകും. സാധാരണ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അതിന് 10 ഇരട്ടി ഉണ്ടെങ്കിൽ അത് റമളാനിലാകുമ്പോൾ അതിന്റെ വ്യത്യാസം മാറി. ഈ മാസം പോലെ അല്ല. ആ റമളാനിൽ അതിന് മാത്രം മഹത്വമുണ്ട്. റമളാനിന്റെ പിറ കാണുന്നത് മുതൽ ശവ്വാലിന്റെ പിറ കാണുന്നത് വരെയുള്ള സമയങ്ങളിൽ നിർവഹിക്കുന്ന ഓരോ സെക്കൻഡുകളിലെയും ഇബാദത്തുകൾക്ക് വ്യത്യാസമുണ്ട്. അതിങ്ങനെ 700ഉം 70,000ഉം ഒക്കെ ഇരട്ടിയായിട്ടാണ് അള്ളാഹു നൽകുക. സുന്നത്തായ കർമ്മങ്ങൾക്ക് ഫർളിന്റെ കൂലിയാണ് അതിനുണ്ടാവുക ആ മാസത്തിൽ. ഈ സമയത്തെ പോലെ അല്ല. അതുപോലെ തന്നെ അതിന്റെ ഫർളുകൾക്ക് ഇത്രയും ഇരട്ടി മഹത്വം അള്ളാഹു നൽകും. സഹോദരങ്ങളെ, അതുകൊണ്ട് തൗബ, ഖുർആൻ പാരായണം, അതുപോലെ തന്നെ സ്വതക്കകൾ, സകാത്തുകൾ, നോമ്പ് തുറപ്പിക്കൽ, ദാനധർമ്മങ്ങൾ, അങ്ങനെ തുടങ്ങി പ്രത്യേകിച്ച് തറാവീഹ് നമസ്കാരം, ഇൻഷാ അല്ലാഹ് ഇതൊക്കെ വിശദമായി പിന്നീട് പറയാം. ഇതെല്ലാം പറഞ്ഞു പോകുന്നു. ഇതെല്ലാം സഹോദരങ്ങളെ, ഈ സൽക്കർമ്മങ്ങളെല്ലാം മാക്സിമം നമുക്ക് കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുക. റമളാനിൽ ഇങ്ങനെ അങ്ങാടിയിലും ഷോപ്പിങ്ങിലും ഒക്കെ നടന്ന് റമളാനിനെ കൊന്നുകളയുന്ന അവസ്ഥയിൽ പെട്ടുപോകരുത് നമ്മൾ. റമളാൻ നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെടാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, അല്ലെ, സമയമുണ്ടെങ്കിൽ ഇതൊക്കെ നിർവഹിക്കുക, നോമ്പെടുക്കുക, ഇങ്ങനെ പോവുക. ആ നിലക്കുന്നൊക്കെ മാറി അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം നമ്മളിൽ ഉണ്ടാകണം. വിനോദങ്ങളിൽ സമയത്തെ കൊന്നുകളയരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെ, സോഷ്യൽ മീഡിയകളിൽ റമളാന്റെ പ്രത്യേക പരിപാടികളൊക്കെ ടിവിയിലൊക്കെ വരും, മൊബൈലിലൊക്കെ വരും. റമളാൻ കരീം എന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യൽ പ്രോഗ്രാമുകൾ. അല്ലെ, റമളാനിൽ ഭക്ഷണത്തിന്റെ മാസമായി റമളാനിനെ നമ്മൾ കാണരുത്. ചില പ്രോഗ്രാം, ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോകളും ഒക്കെ പലരും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിലേക്ക് ഇടും. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതിലൊക്കെ പിന്നാലെ കൂടി റമളാൻ എന്ന് പറഞ്ഞ് സമയത്തെ നഷ്ടപ്പെടുത്തി പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ സഹോദരങ്ങളെ നമ്മൾ പെടരുത്. നോവലുകളും അതുപോലെയുള്ള മാസികകളും ഒക്കെ വായിച്ച് അനാവശ്യമായി സമയം കളയുന്ന അവസ്ഥ ഉണ്ടാകരുത്. അല്ലെ, നോമ്പ് കൊണ്ട് നേടിയെടുക്കേണ്ട തഖ്വയും ആ പുണ്യങ്ങളുമൊക്കെ വാരിക്കോരിയെടുക്കാനുള്ള ശ്രമം വിശ്വാസികളെ നമുക്കുണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ വല്ലാതെ ഗ്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് സോഷ്യൽ മീഡിയയാണ്. എല്ലാവരുടെ സമയം കൊന്നുകളയണത് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും, ഇതിനകത്താണ് സമയമൊക്കെ. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒരു വീഡിയോ കണ്ടാൽ അടുത്തത് വരും, അടുത്തത് ഇങ്ങനെ വരും. അതിങ്ങനെ കണ്ട് എത്രയോ സമയമാണ് സഹോദരങ്ങളെ ഓരോ ദിവസം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അതൊക്കെ ഒന്ന് ഒതുക്കാനും, അല്ലെ, നെറ്റൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ അതൊക്കെ കുറച്ച് കുറയ്ക്കാനും, അല്ലെ, ഈ മാസത്തെ പ്രത്യേകമായി കാണുന്ന രൂപത്തിൽ കാണാനും ഒക്കെയുള്ള ശ്രദ്ധ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. ഈ പുണ്യങ്ങൾ നമുക്ക് കിട്ടണം. കാരണം അടുത്ത റമളാൻ നമ്മൾ ഉണ്ടാകുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. വമാ തദ്രി നഫ്സും മാദാ തുക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്താ സംഭവിക്കാൻ ആർക്കും അറിയില്ല. ഇന്ന് നമ്മൾ രാത്രി ഉറങ്ങുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നാളെ എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കും, ഏത് സാഹചര്യത്തിൽ, എപ്പോൾ എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. അള്ളാഹു നിശ്ചയിച്ച അവധിക്ക് ഈ ലോകത്ത് നിന്ന് നമ്മൾ യാത്ര പോകേണ്ടി വരും എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. ഒരു ഇല്ലത്തും ഇല്ലാതെ എത്ര ആരോഗ്യ ദൃഢഗാത്രരായ ചെറുപ്പക്കാരാണ് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നത്. എത്ര രോഗികളാണ് വർഷങ്ങളായി കട്ടിന്മേൽ കിടക്കുന്നത് മരിക്കാതെ. അല്ലെ, അതാണ് ഈ ലോകം എന്ന് തിരിച്ചറിയുവാനും യഥാർത്ഥ ലോകത്തേക്കുള്ള സമ്പാദിക്കുവാനുള്ള സാഹചര്യവും അവസരവുമാണ് അള്ളാഹു നൽകിയത് എന്ന്
ബോധം നമുക്കുണ്ടാകാനും ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുക. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ, മരിച്ചവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, തിരിച്ചു വന്ന് ഒരു ഇബാദത്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുമായിരിക്കും മരണപ്പെട്ടു പോയവർ എന്ന് പറയുമ്പോൾ അത്തരം അവസരമാണ്. ഇന്ന് നമുക്ക് ജീവനുണ്ട്, നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ അവസരം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. അത്തരം വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട അതിന്റെ ഏതാനും ചില ശ്രേഷ്ഠതകളാണ് സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് തുടർ ഖുതുബകളിൽ റമളാനിന്റെ നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നോമ്പുകാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, തിന്മകൾ ചെയ്യാത്ത രൂപത്തിൽ നോമ്പിനെ സ്വീകരിച്ചാൽ മാത്രമേ അതുകൊണ്ട് ഗുണമുണ്ടാകൂ എന്ന് മനസ്സിലാക്കണം. മല്ലം യദാ ഖൗല സൂരി വല അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അയ്യദാ തആമഹു വശറാബഹു. അനാവശ്യമായ സംസാരങ്ങളും പ്രവർത്തികളും ഒന്നും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അവന്റെ പട്ടിണി കൊണ്ടോ നോമ്പുകൊണ്ടോ ഒന്നും ഒരു പ്രയോജനവുമില്ല എന്നാണ്, അള്ളാഹുവിന് അങ്ങനെ ഒരു ആവശ്യവുമില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി ഉദ്ധരിക്കുന്ന 1903 ഹദീസായി രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു. സഹോദരങ്ങളെ, നമ്മുടെ സംസാരങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിനെ നമ്മൾ ഒരുക്കണം. അതിഥിയെ നമ്മൾ സ്വീകരിക്കുന്നത് മനസ്സിലേക്കാണ്. തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന മനസ്സുകളിലേക്ക് ഉപദേശങ്ങൾ വിലപ്പോകില്ല. എത്ര ഉപദേശം കേട്ടാലും അതൊന്നും ഹൃദയത്തിലേക്ക് പ്രവേശിക്കില്ല. കാരണം തെറ്റുകൾ, ഹറാമുകൾ, കുശുമ്പ്, അന്യായങ്ങൾ, അതിക്രമങ്ങൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളുടെ ഹൃദയം, ആ ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് ഉപദേശങ്ങളും ഇത്തരം അള്ളാഹുവിന്റെ താക്കീതുകളും പ്രവേശിക്കുക? അതുകൊണ്ട് അത്തരം ക്ലാവ് പിടിച്ച ഹൃദയത്തിൽ നിന്ന് ശുദ്ധീകരിക്കാൻ, തെറ്റുകളെ ഉപേക്ഷിച്ച് ഈ നന്മകളെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ, മനസ്സുകൊണ്ട് റമളാനിനെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. റമളാൻ എന്ന് പറഞ്ഞാൽ ഹുവ ലിഹാമുൽ മുത്തഖീങ്ങൾക്കുള്ള കടിഞ്ഞാണാണ് ആ നോമ്പ്. ജുന്നത്തും മിനൽ മുഹാരിബി, പടയാളികളുടെ പരിചയമാണ്. വരിയാദത്തുൽ അബ്റാറിൽ മുഖറബീൻ, പുണ്യവാന്മാർക്ക് അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കാനുള്ള മഹാപരിശീലന കളരിയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയുക. അള്ളാഹുവിന്റെ അടിമകൾ ഈ റമളാൻ മാസത്തിൽ കൃഷി ഇറക്കേണ്ടവരാണ്. നന്മകൾ കൊണ്ടുള്ള കൃഷികൾ, അതാ റമളാൻ മസ്റഅത്തുൽ ഇബാദ്, ഇബാദത്തുകൾ കൊണ്ടുള്ള കൃഷി നിർവഹിക്കുവാനുള്ളവരാണ്. ആ നിലക്ക് എല്ലാ നിലക്കുള്ള കുഴപ്പങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിക്കണം. ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദ്. എന്നിട്ട് പണ്ഡിതന്മാർ പറയണം, ഫഅദ്ദി ഹുഖൂഖുഹു ഖൗലൻ വഫഇല, കർമ്മങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും അതിനോടുള്ള എല്ലാ ബാധ്യതയും നിർവഹിക്കണം. റമളാനിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം. ആ നിലക്ക് മടക്ക ദിവസത്തേക്കുള്ള പാതയങ്ങൾ, നമ്മളൊക്കെ ലോകത്ത് വിട പറയുന്ന ദിവസത്തേക്കുള്ള സമ്പാദിക്കാനുള്ള എല്ലാ നന്മകളും സമ്പാദിക്കണം. മറ്റ് സമുദായങ്ങളെ പോലെ അല്ല, നമുക്ക് ആയുസ് കുറവാണ്. അള്ളാഹു പക്ഷേ ഇതുപോലത്തെ വലിയ അവസരങ്ങളാണ് നൽകിയിട്ടുള്ളത്. കുറഞ്ഞ ആയുസ് കൊണ്ട് കൂടുതൽ നന്മകൾ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. ഓമൻ ആരെങ്കിലും കൃഷി ഇറക്കിയിട്ട് അതിന് വെള്ളം നൽകിയിട്ടില്ല എങ്കിൽ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നാദിമൻ യൗമൽ ഹസാദ്, വിളവെടുപ്പിന്റെ നാളിൽ ഖേദിക്കേണ്ടി വരും എന്ന ഓർമ്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ടൊരു പ്രത്യേക പ്ലാനിങ്ങും അതുപോലെ തന്നെ റമളാനെ സ്വീകരിക്കാൻ ഒരുങ്ങുകയും ചെയ്യണം. വീടും നാടും ഒക്കെ ഒരുങ്ങുന്നുണ്ട്. നമ്മൾ പള്ളിയിൽ നനച്ചുകൊള്ളി എന്ന് പറയും. ആ നിലക്കൊക്കെ ഒരുങ്ങുന്നതോടൊപ്പം മാനസികമായ ഒരുക്കം റമളാനിന് വേണ്ടി ഉണ്ടാവും. അതിലൊന്നാമത് വേണ്ടത് നിയ്യത്താണ്, നല്ല നിയ്യത്ത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് തന്റെ മകനെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ നിന്റെ നിയ്യത്ത് നീ നന്നാക്കുക. ഒന്നാമതായി വിശ്വാസിയുടെ നിയ്യത്ത് നന്നാക്കുകയാണ്. അഥവാ നിനക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല, നിനക്ക് ആ റമളാനിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നിനക്ക് അതിന്റെ പുണ്യം കിട്ടും എന്നതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ നിയ്യത്ത് നന്നാവുക, നല്ല മനസ്സോടുകൂടി റമളാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങുക. അത്തരം വിശ്വാസികൾ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇന്നത്തെ ബക്കറ്റ് പിരിവ് റിനൈൻ ടിവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കറിയാം, റിനൈൻ ടിവിയൊക്കെ നമുക്ക് ഈ റമളാനിലൊക്കെ ഏറെ ഉപകാരപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയകളിൽ അത് ഉപയോഗിക്കുന്നവർ റിനൈൻ ടിവിയിൽ ഖുർആൻ ക്ലാസുകൾ, ഹദീസ് ക്ലാസുകൾ, അതുപോലെ നന്മകൾ ധാരാളം നേടിയെടുക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഇസ്ലാമികമായ പ്ലാറ്റ്ഫോമാണ്.
അതെല്ലാവരും ഉപയോഗപ്പെടുത്തുക. അതില്ലാത്തവർ അത് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിലൊക്കെ അതിന്റെ ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുക. നന്മയുടെ അത്തരം വാതിലുകൾ തുറന്ന് നമുക്കുള്ള അവസരങ്ങളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ, നമ്മുടെ മക്കളുടെ ഫോണിലേക്കൊക്കെ അതൊക്കെ അവർക്ക് കൊടുക്കാനും അവരുടെ നന്മയിലേക്കുള്ള ഒരു വാതിലായിരിക്കും അതൊക്കെ തുറന്നു കൊടുക്കാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇന്നത്തെ പിരിവ് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും അതിന് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ലേന്തി ഖുർആൻ വെളിച്ചം പഠനത്തിന് 17 പേർ കൂടി അവസരമുണ്ട്. റമദാൻ എന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആന്റെ മാസമാണെന്നുള്ളതാണ്. ആ ഖുർആന്റെ മാസത്തിൽ ഖുർആനുമായി അടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ലേന്തി ഖുർആൻ വെളിച്ചം പോലെയുള്ള പഠന പദ്ധതികൾ. നമ്മുടെ പള്ളിയിൽ അത് കേന്ദ്രീകരിച്ച് നടക്കുന്നതാണ്. സഹോദരങ്ങൾ, അതിന്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. റമദാനിൽ അതിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇല്ല, ക്ലാസ്സുകൾ വരാൻ വേണ്ടി കാത്തിരിക്കണം എന്നൊന്നുമില്ല. റമദാനിൽ എല്ലാ ദിവസങ്ങളും നമുക്ക് ഖുർആൻ പഠിക്കാം, അല്ലെ, ഖുർആൻ പാരായണം നിർവഹിക്കാം. അപ്പോൾ ഈ സൂറത്തുകളൊക്കെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുക. 17 പേർ കൂടി അവസരമുണ്ട്, അല്ലെ. ഇനിയും ചേരാത്തവരുണ്ടെങ്കിൽ അതിന് ചേർന്ന് അതിന്റെ ഭാഗവാക്കാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞായറാഴ്ചകളിൽ വരുന്ന ക്ലാസുകൾ സൂറത്തുൽ ഫാത്തിറാണ് ഇപ്പോൾ എടുക്കുന്നത്. ആ ക്ലാസ്സുകൾ എല്ലാവരും പഠിതാക്കൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു ശിഫാവിന് ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മെ നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് അമ്നിനെ, നിർഭയത്വത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.